നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് OCDയും അതിൻ്റെ സിംറ്റംസിനെയും കുറിച്ചാണ്. ഇനി OCD ഉണ്ടെങ്കിൽ എങ്ങനെ ചികിത്സിക്കാം, അതാണല്ലോ അടുത്ത ചോദ്യം. ആ കാര്യങ്ങൾ ക്ലിയർ ആക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സൈക്കാട്രിസ്റ്റ് ഫർഹാൻ. ഈ OCD എന്ന അസുഖം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ 3 തരം ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പി എന്ന് പറയും. രണ്ടാമത്തേത് മരുന്നുകളും മൂന്നാമത്തേത് അപൂർവം ചില പേഷ്യൻറ്റുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അതിൽപ്പെട്ടതാണ് ECT, RTMS, ചില സർജറികളും. ഇനി ആദ്യത്തെ ട്രീറ്റ്മെൻറ്റായ കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പിയെക്കുറിച്ച് നമുക്ക് കുറച്ച് അറിയാം. ഈ കൗൺസിലിംഗ് എന്നത് ജനറലായിട്ട് പൊതുവെ നടന്നു വരുന്ന കൗൺസിലിംഗ് പോലെയല്ല. OCD എന്ന അസുഖത്തിൽ സ്പെസിഫിക് ആയിട്ട് OCD ആസ്പദമാക്കിയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. അതിൻ്റെ പേരാണ് ERP അഥവാ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. 5 വയസ്സുള്ള ഒരു കുട്ടിയോട് ഒരു അച്ഛൻ പറയുകയാണ്, ഇരുട്ടുള്ള ആ റൂമിലേക്ക് കയറി ലൈറ്റ് ഓൺ ആക്കാൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ മകനും അമിതമായിട്ടുള്ള പേടി, പ്രേതമുണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. ഈ ഒരു സിറ്റുവേഷനിൽ ആ അച്ഛന് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ആ മകനെ ഒരിക്കലും ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അയക്കരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താവും? ജീവിതകാലം മുഴുവനും അവൻ ഇരുട്ടിനോടുള്ളൊരു പേടി ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് ആ മകൻ്റെ പേടി ഇല്ലാതാക്കാൻ അച്ഛനൊരു കാര്യം ചെയ്യാം. അച്ഛൻ ആദ്യം മകൻ്റെ കൂടെ തന്നെ റൂമിലേക്ക് കയറി ലൈറ്റ് ഓൺ ആക്കുന്നു. അങ്ങനെ പതിയെ അച്ഛൻ റൂമിലേക്ക് കയറാതെ ഡോറിൻ്റെ അവിടെ തന്നെ നിന്നുകൊണ്ട് മകനോട് ലൈറ്റ് ഓൺ ആക്കാൻ പറയുന്നു. പതിയെ പതിയെ മകൻ ഒറ്റയ്ക്ക് തന്നെ പോയി ലൈറ്റ് ഓൺ ആക്കുന്നു. ആ ഇരുട്ടിനോടുള്ള പേടി പതിയെ ഇല്ലാതാകുന്നു. ഈ ഒരു പ്രക്രിയ മെല്ലെ മെല്ലെ മുന്നേ ഉണ്ടായിരുന്ന പേടി ഇല്ലാതാകുന്ന പ്രക്രിയയാണ് സൈക്കോളജിയിൽ ഹാബിച്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് OCD എന്ന അസുഖത്തിൽ ERP എന്നുള്ള ഈ ഒരു കൗൺസിലിംഗ് തെറപ്പി നടത്തി വരുന്നത്. ഇനി വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു OCD പേഷ്യൻറ്റിനെ നമ്മൾ എടുക്കാം. ആ പേഷ്യൻറ്റിന് എന്തായിരിക്കും ഒബ്സഷൻ, എന്തായിരിക്കും ചിന്ത? അമിതമായിട്ടുള്ള അണുക്കൾ കയ്യിലുണ്ട് എന്നുള്ള ചിന്ത. എന്തായിരിക്കും കമ്പൽഷൻ, എന്തായിരിക്കും പ്രവൃത്തി? വീണ്ടും വീണ്ടും കൈ കഴുകൽ. ഇനി ERP അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തേത് ആ ചിന്ത അല്ലെങ്കിൽ ഒബ്സഷൻ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അവനോട് പോയിട്ട് വൃത്തിയില്ലാത്തൊരു സ്ഥലത്തേക്ക് തൊടാനോ അല്ലെങ്കിൽ ഡോർ നോബിലേക്ക് പോയി തൊടാനോ പറയും. അങ്ങനെ തൊട്ട് കഴിയുമ്പോൾ മനസ്സിൽ ആ ചിന്ത, അമിതമായിട്ടുള്ള ചിന്ത വരാൻ തുടങ്ങും. അതിനനുസരിച്ച് ഉത്കണ്ഠയും വരാൻ തുടങ്ങും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിനാസ്പദമാക്കി ചെയ്യുന്ന കമ്പൽഷൻസ് അല്ലെങ്കിൽ പ്രവൃത്തി, കൈ കഴുകൽ അവിടെ നിർത്തിവെക്കുന്നു. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ സെഷനിൽ, ആദ്യത്തെ തവണ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുമ്പം അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവും. പക്ഷേ പതിയെ പതിയെ ഓരോ തവണ ഈ ചിന്തകൾ വരികയും അതിനനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഉണ്ടായിരുന്ന പേടി അല്ലെങ്കിൽ ഉത്കണ്ഠ, ആൻസൈറ്റി ഒക്കെ പതിയെ പതിയെ ഇല്ലാതാകുന്നു. അതേസമയം എനിക്ക് ഊന്നി പറയാനുള്ളത്, കൈ കഴുകുന്നതിനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ കഴുകാതിരിക്കാൻ കൈ കെട്ടിവെക്കുകയോ ചെയ്യുമ്പോൾ അത് ERP ആകുകയില്ല. ERP എന്നുള്ളതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ERPയുടെ എഫക്റ്റും ആ അസുഖത്തിന് ശമനവും വരിക. ഞാനിവിടെ പറഞ്ഞ ERP അല്ലെങ്കിൽ ഈ കൗൺസിലിങ്ങുകൾ ഒറ്റൊരു സെഷൻ കൊണ്ട് പൊതുവെ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വരാറില്ല. മറിച്ച് പല സെഷനുകൾ പേഷ്യൻറ്റിന് വേണ്ടി വരും. ഇത് ആഴ്ചകളായിരിക്കാം, മാസങ്ങളായിരിക്കാം, ചില അപൂർവം പേഷ്യൻസിന് വർഷങ്ങളോളം ഈ ERP ആവശ്യം വരും. ഇനി OCDയുടെ ചികിത്സയിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞു വെച്ചത് മരുന്നുകളാണ്. ഈ മരുന്നുകൾ പലതരമുണ്ട്. അത് ഓരോ പേഷ്യൻറ്റിനനുസരിച്ച് മരുന്ന് കൊടുക്കുന്ന വിധവും അതിൻ്റെ ഡോസൊക്കെ മാറും. ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിന് ഒരു ഗുളിക മാത്രം മതിയാകും. ചില പേഷ്യൻറ്റിന് 2 or 3 തരം മരുന്നുകൾ ആവശ്യം വരും. അത് പേഷ്യൻ്റ് അനുസരിച്ച് ആ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. പേഷ്യൻറ്റിനോട് ഡിസ്കസ് ചെയ്ത് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും മരുന്നിൻ്റെ എഫക്റ്റും എല്ലാം കണക്കിലെടുത്ത് ഒരു തീരുമാനത്തിൽ വരുന്ന കാര്യമാണ്. ഇനി OCD ചികിത്സയിൽ മൂന്നാമത് നമ്മൾ പറഞ്ഞു വെച്ചത് ചില അപൂർവം പേഷ്യൻറ്റുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ചികിത്സകളാണ്. ഈ പേഷ്യൻറ്റുകൾ നമ്മൾ OPയിലൊക്കെ വരുമ്പോൾ കാണാം, അവരൊരു കെട്ട് ഷീട്ടുമായിട്ടായിരിക്കും വരിക. പല ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി ഒരു ഫലവും ഇല്ലാതെ ആയിരിക്കും അവർ നമ്മുടെ OPഡിയിലേക്ക് കടന്നു വരുന്നത്. ഇവർക്ക് പൊതുവേ നമ്മൾ കൊടുക്കുന്ന മരുന്നോ കൗൺസിലിങ്ങോ
ഫലമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസിൽ ECT, RTMS, TDCS അല്ലെങ്കിൽ ചില സർജറികൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് OCD ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ അമിതമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ പോയി കാണുക. ആ സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ കൊടുക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങുകൾ അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. ആരും നിങ്ങളെ നിർബന്ധിക്കുകയില്ല, ഫോഴ്സ് ചെയ്യുകയില്ല. അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ട് ചികിത്സ എടുത്തോടാ? അടുത്തുള്ള സൈക്യാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനെയോ സംശയമുണ്ടെങ്കിൽ പോയി സന്ദർശിക്കുക.